നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ശ്രീമദ് ഭഗവത്ഗീതയുടെ തത്വത്തെ ആസ്പദമാക്കിയുള്ള ഗീതാ യജ്ഞം മുൻ വർഷങ്ങളിൽ എന്ന പോലെ വളരെ ഭക്തിനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നു വരുന്നു. ഇന്ന് യജ്ഞത്തിൻ്റെ ഭാഗമായി 18 അധ്യായങ്ങളും 10 ദിവസം കൊണ്ട് വളരെ വിപുലമായി ചർച്ച ചെയ്യുന്ന ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ വിഭൂതി യോഗം നാം വിസ്തരിച്ച് കേട്ടു. ഇനി അടുത്തത് വിശ്വരൂപ ദർശന യോഗമാണ്. ശ്രീമദ് ഭഗവത്ഗീത ഭാരതീയ വേദാന്തത്തിൻ്റെ, ഭാരതീയ സംസ്കൃതിയുടെ, ഭാരതീയ ജീവിത ദർശനത്തിൻ്റെ വളരെയേറെ സമുജ്വലമായിട്ടുള്ള ആവിഷ്കൃതിയാണ്. വേദാന്തശാസ്ത്രം മുഴുവൻ പഠിക്കാൻ ഗീത പഠിച്ചാൽ മാത്രം മതി. അത്ര കണ്ട് വിപുലമാണ് ഈ വിഷയം. എന്നാൽ അത് മുഴുവൻ 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളിലായിട്ട് ഇതിൽ ഒതുക്കിയിരിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവരതിനെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, അല്ലെങ്കിൽ ഞാൻ ശരീരവും മനസ്സുമാണ്, അല്ലെങ്കിൽ ഞാൻ ശരീരവും മനസ്സും ബുദ്ധിയും കൂടിയാണ് എന്നൊക്കെയാണ്. ഇതാണ് പൊതുവിലുള്ളതായ ധാരണ. എന്നാൽ ഭാരതഖണ്ഡത്തിൽ ജീവിക്കുന്നതായ ആളുകൾ അധികം പേരും ഞാൻ ആത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ദർശനം 1000 ആണ്ടുകൾ മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഗ്വേദാദി മഹാഗ്രന്ഥങ്ങളിലൂടെ ഋഷിവര്യന്മാർ നമുക്ക് കാണിച്ചു തന്നു. ഭൗതികമായ ചിന്താ പദ്ധതികൾ ഭാരതത്തിന് വെളിയിൽ നിന്ന് പല കാലങ്ങളിലായി പല പ്രകാരങ്ങളിൽ കടന്നു വന്ന് ഇവിടെ വന്ന് ആധിപത്യവും സ്ഥാപിച്ച് അടിച്ചേൽപ്പിച്ചിട്ടും ഇന്നും ആധ്യാത്മികമായിരിക്കുന്ന ആ അനുഭൂതി ദർശനം നമുക്ക് നഷ്ടമായി പോയിട്ടില്ല. അതുകൊണ്ട് ഭൗതികമായി ചിന്തിക്കുന്ന കുറേയൊക്കെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ആത്മാവാണ് എന്ന് വ്യക്തമായി അറിയുന്ന ആളുകളുടെ സംഖ്യ ഭാരതത്തിൽ കൂടുതലായിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നിട്ട് ഭാരതത്തെ വേർതിരിച്ചു നിർത്തുന്നതും ഈ അനുഭൂതി ദർശനമാണ്. അങ്ങനെ ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ് എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഭഗവത്ഗീതയും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. 2-ാം അധ്യായം മുതൽ നമ്മൾ വളരെയേറെ ഉറക്കെ കേൾക്കുന്നു.
അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളിന് ജീവിതത്തിൽ വന്നു ചേരുന്നതായ വൈഷമ്യങ്ങളുടെ സന്ധികളിൽ സ്വാഭാവികമായി വരുന്ന ചിന്ത, അത് 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. അർജുന വിഷാദ യോഗത്തിൽ അതിന് മറുപടിയായിട്ടാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത്. നമുക്ക് പഠിപ്പിച്ചു തന്നു, അർജുനനും പഠിപ്പിച്ചു കൊടുത്തു. ഞാനെന്നും എൻ്റേതെന്നും ഉള്ളതായ വിചാരങ്ങളെല്ലാം ശരീരത്തെ ആസ്പദമാക്കി ഉണ്ടാകുന്നതാണ്. അത് ഭഗവാൻ തിരുത്തുന്നത് നാം കണ്ടു. നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ് എന്ന്. അങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജനനമോ മരണമോ രോഗമോ വാർദ്ധക്യമോ യാതൊന്നും തന്നെ ഇല്ലാത്ത ആത്മസ്വരൂപത്തെ 2-ാം അധ്യായം നമുക്ക് പഠിപ്പിച്ചു തന്നു. തുടർന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലാം ആത്മാവ് തന്നെയാണ് എന്നും പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്താഗതി ഉണ്ടാകാം, എത്ര ജീവരാശിയുണ്ടോ, ജീവനില്ലാത്ത പദാർത്ഥങ്ങളും എത്രയുണ്ടോ അവയുടെയൊന്നും എണ്ണമെടുക്കാൻ പറ്റില്ല, എങ്കിലും അത്രയും ആത്മാക്കളുണ്ട് എന്നുള്ളൊരു ചിന്താപദ്ധത ഉണ്ടാകാം. അതും ഭഗവാൻ വ്യക്തമാക്കി തന്നു. ജീവരാശികളുടെ എണ്ണം അനന്തമാകിലും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെ എണ്ണം അനന്തമാകിലും ഗോളങ്ങളുടെയും ഗോളസമൂഹങ്ങളുടെയും എണ്ണം അനന്തമാകിലും ആത്മാവെന്നേ ഉള്ളൂ. ഒരേ ഒരു ആത്മാവ് എല്ലാറ്റിനും ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നു. അഖണ്ഡമായ സച്ചിദാനന്ദം. അത് സത്താണ്, ജനിമൃതികളില്ലാത്തതാണ്, മാറ്റങ്ങളില്ലാത്തതാണ്. അത് ചിത്താണ്, അത് ജ്ഞാനസ്വരൂപമാണ്, അത് ബോധസ്വരൂപമാണ്, അത് ആനന്ദമാണ്. സത്തെന്നും ചിത്തെന്നും ആനന്ദമെന്നും 3 വാക്കുകൾ കൊണ്ട് പറഞ്ഞു. അത് 3 സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം, ആനന്ദം തന്നെയാണ് സത്ത്. 3 പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റൂ, അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റൂ, അങ്ങനെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റൂ. ഇത് 3 ഒന്നായി നിൽക്കുന്ന, വാക്കുകൾക്ക് അതീതമായിരിക്കുന്ന, അവർണ്ണനീയമായിരിക്കുന്ന പരമാത്മാവ് ഒന്ന് മാത്രം, രണ്ടാമതൊന്നില്ല. ആ ഒരൊറ്റ പരമാത്മാവാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി, ജീവരാശിയായി, ജീവനില്ലാത്ത പദാർത്ഥങ്ങളായി നാം കണ്ടുകൊണ്ട് കാണുന്നത്. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഒരു നേരിയൊരംശം മാത്രം, ജീവരാശിയുടെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെയും ഒരു നേരിയൊരംശം മാത്രം. നമ്മുടെ കണ്ണുകൾക്കും ബുദ്ധിക്കുമൊക്കെ അപ്പുറത്തായിട്ട് ഇതെല്ലാം സംഖ്യാതീതമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇത് മുഴുവൻ ഒന്ന് മാത്രമായിരിക്കുന്ന ആ ബ്രഹ്മവസ്തുവിൽ ഉണ്ടായി നിലനിൽക്കുന്ന പ്രപഞ്ച പദാർത്ഥങ്ങൾ മാത്രം. സത്യമൊന്നേയുള്ളൂ, പരമാത്മാവ് മാത്രം. ബാക്കിയെല്ലാം അതിൽ ഉണ്ടായി നിലനിന്ന് മറയുന്നതായ ജഡ പദാർത്ഥങ്ങൾ മാത്രം. ഇത് നമുക്ക് ഭഗവാൻ വളരെ വ്യക്തമായി ഉപദേശിച്ചു തന്നു. അതിനുള്ള യുക്തികളും പറഞ്ഞു തന്നു. അതാണ് നാം, ജനിമൃതികളില്ലാത്ത ആത്മാവാണ് നാം. അത് നാം തിരിച്ചറിയണം. അതിനെ മറന്നതാണ് നമ്മുടെ കുഴപ്പം. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അത് നഷ്ടപ്പെടുകയും സാധ്യമല്ല. കാരണം നാം അത് തന്നെയാണ്. തത് ത്വമസി, ആ ആത്മാവ് നീ തന്നെയാകുന്നു. അതുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ നാം തൽക്കാലം മറന്നുപോയി എന്ന് മാത്രം. ആ മറവിയെ ദൂരീകരിക്കണം. മായ കൊണ്ടാണ് ആ മറവി സംഭവിച്ചു പോയിരിക്കുന്നത്. എങ്ങനെയാണോ അന്ധകാരം നമ്മുടെ കൺമുന്നിൽ നിന്ന് പ്രപഞ്ച പദാർത്ഥങ്ങളെ മറച്ചു വയ്ക്കുന്നു, അതേ പ്രകാരത്തിൽ
മായ അഥവാ പ്രകൃതി അഥവാ അജ്ഞാനം, അത് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു വച്ചിരിക്കുന്നു, ആത്മസ്വരൂപത്തെ മറച്ചു വച്ചിരിക്കുന്നു. പകരം ആ സ്ഥാനത്ത് ഈ ജഡപദാർത്ഥങ്ങളെ മുഴുവൻ ഉണ്ടാക്കി കാണിക്കുന്നു. അതിൻ്റെ ഒരു അംശം മാത്രമേ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാനും, മൂക്കുകൊണ്ട് മണക്കാനും, നാക്കുകൊണ്ട് രുചിക്കാനും, തൊക്കുകൊണ്ട് തൊട്ടറിയാനും ഒക്കെ സാധിക്കുന്നുള്ളൂ. കാതുകൊണ്ട് കേട്ടറിയാൻ സാധിക്കുന്നതും അതിൻ്റെ ഒരു അംശം മാത്രമാണ്. അങ്ങനെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ് ആണ് ഞാനെന്ന് അറിയാൻ അതിനെ മറയ്ക്കുന്ന മായയെ ദൂരീകരിക്കണം. അതിനുള്ള മാർഗങ്ങളും ഭഗവാൻ പറഞ്ഞു തന്നു. യോഗാധിഷ്ഠിതമായിട്ട് കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചു തന്നു. കർമ്മയോഗം അത് അദ്ദേഹം പറഞ്ഞു തന്നു. അവിടേക്ക് നിലവിലുള്ള കർമ്മവാസനകളെല്ലാം ദൂരീകൃതമായി തീരും. അപ്പോൾ രജോ ഗുണവും തമോ ഗുണവും അകന്നു തുടങ്ങും. അതകലുന്നതിനനുസരിച്ചിട്ട് സാത്വിക ഗുണം വർദ്ധിച്ചു വരും. അങ്ങനെ സാത്വിക ഗുണം വർദ്ധിച്ചു വരുമ്പോഴേക്കും മറഞ്ഞു നിൽക്കുന്നതായ സത്യം തെളിഞ്ഞു തെളിഞ്ഞു വരും നമ്മുടെ കൺമുന്നില്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കർമ്മയോഗം പഠിപ്പിച്ചു തന്നു. ആ കർമ്മയോഗത്തിന് ദാർഢ്യമേൽക്കാൻ, അതിന് ബലം നൽകാൻ, അത് പ്രവർത്തിക്കാൻ ഉള്ള ഉത്സാഹം നമുക്ക് പകരാൻ ജ്ഞാനയോഗം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനെല്ലാം കരുത്ത് പകരാനായിട്ട് ധ്യാനത്തിന്റെ ബന്ധാവ്, ഇങ്ങനെ സാധനാ പദ്ധതികൾ അനേകം പഠിപ്പിച്ചു തന്നു. ആ സാധനാ പദ്ധതികളിലൂടെ തെളിഞ്ഞു കിട്ടുന്നത് സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവ്. അതും നമുക്ക് കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. ഇതെല്ലാം അർജുനനെ ഭഗവാൻ കേൾപ്പിക്കുകയായിരുന്നു.